അഭിരാമി ഭാഗം 2. രചന നിള കാർത്തിക. അവതരണം മിത്രവിന്ദ. ശ്രീരാഗിൻ്റെ അടുത്തേക്ക് നടന്നു വരുന്നുണ്ട് ആമി. രാഗ്, നമുക്ക് കുളത്തിൻ്റെ അടുത്ത് ഒന്ന് പോകാടോ. എൻ്റെ ആമി, ഇന്നലത്തെ പോലെ എന്നെ ഉന്തിയിടാനാ? അവൻ ചിരിയോടെ ചോദിച്ചു. അല്ലടോ, എനിക്കെന്തോ അവിടെ പോയി ഇരിക്കാൻ തോന്നുന്നു, അതാ. ഞാൻ വരാം, താൻ ഇവിടെ ഇത്തിരി നേരം നിൽക്ക്. ഈ പശുവിന് അല്പം തീറ്റയിട്ട് കൊടുക്കട്ടെ. അവൻ അതും പറഞ്ഞ് തൊഴുത്തിൻ്റെ അടുത്തേക്ക് നടന്നു. തിരിച്ചു വരുമ്പോൾ അവൾ അവിടെ ഉണ്ടായിരുന്നില്ല. ദേവിയമ്മേ, ആമിയെ കണ്ടോ? പറമ്പിൽ വിറകൊടിച്ചു നിൽക്കുന്ന അമ്മയോട് ചോദിച്ചവൻ. കുളത്തിൻ്റെ അടുത്തോട്ട് പോകുന്നു കണ്ടു. അതിനോട് ഞാൻ പറഞ്ഞതാണ് നീ വന്നിട്ട് പോകാമെന്ന്. നീ അങ്ങ് ചെല്ലുമോനെ, ഇഴജന്തുക്കളുള്ളതാണ്. പടിക്കെട്ടുകൾ ഇറങ്ങാൻ തുടങ്ങിയതും ദേവിയമ്മ അവനെ പിറകിൽ നിന്ന് വിളിച്ചു. ശ്രീകുട്ട, ആ കൊച്ചു നിന്നോട് എന്തേലും പറഞ്ഞോ? എന്താ? എന്നോടൊന്നും പറഞ്ഞില്ല. എന്തു പറ്റിയമ്മേ? അല്ല, എപ്പോഴും കാണാം ഒറ്റയ്ക്കാ പറമ്പിൽ പോയി ഇരിക്കുന്നത്. ഇടയ്ക്ക് കണ്ണ് തുടയ്ക്കുന്നതും കാണാം. അതിനെ എന്തോ പ്രശ്നം അലട്ടുന്നുണ്ട് എന്നൊരു തോന്നൽ. അവനൊന്ന് മൂളുക മാത്രം ചെയ്തു. എങ്കിലും അവനിൽ അത് കുറേയേറെ ചോദ്യങ്ങൾ ഉരുത്തിരിഞ്ഞു. ചെല്ലുമ്പോഴേ കണ്ടു വെള്ളത്തിൽ കാലിട്ടിരിക്കുന്നവളെ. ആമി! അവൻ്റെ വിളി കേട്ടതും ഒരു പതർച്ചയോടെ നിറഞ്ഞു വന്ന കണ്ണുകൾ തുടച്ച് ഒരു പുഞ്ചിരി അവനായി ചുണ്ടിൽ വരുത്തി. താൻ കരയുമായിരുന്നു ആമി? അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടത് ചോദിക്കുമ്പോൾ ആ മിഴികൾ തെല്ലൊന്നു പിടഞ്ഞു. അവൻ അത് ശ്രദ്ധിച്ചു. ഏയ്, ഞാൻ കരയാനോ? എന്തിന്? തനിക്കെന്താ പറ്റിയേ? ഉറക്കെ ചിരിച്ചുകൊണ്ട് പറഞ്ഞെങ്കിലും ആ ചിരിയിലും ഒരു വേദന കണ്ടവൻ. അവളുടെ അടുത്തായി ആ പടിയിലിരുന്നു. തനിക്ക് സിനിമയിൽ നോക്കിക്കൂടെ? എന്താ? മുഖം ചുളിച്ചവൾ. അല്ല, നല്ല അഭിനയം. വന്ന അന്ന് മുതൽ ഞാൻ കാണുക. എന്തൊക്കെയോ ഒരു കാട്ടിക്കൂട്ടൽ, അതുപോലെ. ആരാള്? എന്ത്? ആരുടെ കാര്യം? രാഗ് എന്തായി പറയുന്നേ? തനിക്കൊരു പൊട്ടിത്തകർന്ന പ്രണയം എന്നോട് പറയാനുണ്ട്. അല്ലെങ്കിൽ അതിൻ്റെ മുന്നോടിയല്ലേ നാളത്തെ യാത്ര? അവനത് പറഞ്ഞതും ആമി അവനെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. ശേഷം ഒരു പൊട്ടിച്ചിരിയായിരുന്നു അവളുടെ ഉത്തരം. രാഗുള്ള സിനിമകൾ മുഴുവൻ കണ്ടുകൂട്ടുന്നുണ്ട് അല്ലേ? ഈ ആമിയെക്കുറിച്ച് എന്താ വിചാരിച്ചേ? പ്രണയം പൊട്ടിത്തകർന്ന് കരയുന്ന ഒരു സാധാ പെണ്ണാണെന്നോ? എനിക്ക് ഇതുവരെ തോന്നാത്തൊരു വികാരമാണ് പ്രണയം. ഇനി അത് തോന്നുമോയെന്ന് എനിക്കറിയില്ല. അവളുടെ വാക്കുകളിൽ ഒന്ന് ചമ്മിയെങ്കിലും അവനത് മറച്ചു വെച്ചു. പിന്നെന്തിനാ താൻ ഇങ്ങനെ എപ്പോഴും മൂടിയായിട്ട്? ഒരാൾ മൂഡ് ഓഫ് ആകണമെങ്കിൽ ഹൃദയം മുറിപ്പെടണം. എങ്കിലത് പ്രണയം മാത്രമാണ് കാരണം എന്ന് തന്നോട് ആരാ പറഞ്ഞത്? പ്രണയത്തിൻ്റെ പേരിൽ കരയാൻ ആമിയെ കിട്ടില്ല ഒരിക്കലും. എൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് ആർക്കും അറിയില്ല. അല്ല, അറിയാൻ ശ്രമിച്ചിട്ടില്ല എന്ന് പറയാം. ഓരോ വാക്കുകൾ പറയുമ്പോഴും വിതുമ്പാതിരിക്കാൻ പാടുപെട്ടവൾ. രാഗിന് ഇങ്ങനെയെങ്കിലും ചോദിക്കാൻ തോന്നിയല്ലോ. നാളെ ഞാൻ തരും ഇതിനുള്ള ഉത്തരം. ഒരു ഫ്രണ്ടായിട്ട് എന്നെ കേൾക്കുമോ? എൻ്റെ കൂടെ നിൽക്കുമോ രാഗ്? എനിക്കിത് പറയാൻ വേറെ ആരുമില്ല. അതും പറഞ്ഞ് അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞിരുന്നു. പെട്ടെന്ന് അവളുടെ ആ പെരുമാറ്റത്തിൽ ഒന്ന് പതറി. രണ്ട് കൈകളും പടിക്കെട്ടിൽ അമർത്തിപ്പിടിച്ചു അങ്ങനെ ഇരുന്നു പോയി അവൻ. വലങ്കൈ അവളുടെ തോളിൽ തൊടാനായി പൊക്കിയെങ്കിലും പിന്നെയും അത് പഴയ പോലെ പടിക്കെട്ടിൽ തന്നെ പിടിച്ചു. രാവിലെ തന്നെ സൊസൈറ്റി പോയി പാല് കൊടുത്തു വന്നു. പെട്ടെന്ന് തന്നെ കുളിമുറിയിൽ കയറി കുളിച്ചെന്ന് വരുത്തി. അമ്മ മേശപ്പുറത്ത് വെച്ച ചായ പകുതി എടുത്ത് കുടിച്ചു. എന്നിട്ടത് അവിടെ തന്നെ വെച്ചു. കഴിക്കാൻ വെച്ചിരുന്ന പുട്ടും പഴത്തിൽ നിന്ന് പഴം മാത്രം എടുത്ത് കഴിച്ചു. കണ്ണാടിയിലൊന്ന് നോക്കി താക്കോലും എടുത്ത് വെളിയിലേക്ക് നടന്നു. എടാ ശ്രീകുട്ട, നിനക്കെന്താ ഇത്ര ധൃതി? കഴിച്ചിട്ട് പോട ചക്ക. എൻ്റെ അമ്മൂട്ടി, ആമി എന്നെ കാത്തിരിക്കുമായിരിക്കും. പിന്നെ പശുവിന് പുല്ല് ഞാൻ വന്നിട്ട് പറിച്ചോളാം കേട്ടോ. ആ പോത മുറിച്ചത് കൊടുത്തേക്ക്, അത് മതിയാവും പറഞ്ഞുകൊണ്ടവൻ ബൈക്കിൽ കയറി. എൻ്റെ കുഞ്ഞിനെ തല്ലാൻ ഇവൾക്ക് എങ്ങനെ ധൈര്യം വന്നു? ഒരു പുണ്യാളത്തി വന്നിരിക്കുന്നു.
നീ ഒരു കൊലപാതകയല്ലേടി? എന്നിട്ടൊരു ഉളുപ്പുമില്ലാതെ നടക്കുന്നു. എന്നിട്ടോ എല്ലാം കൂടെ പൊക്കി തലേ കെറ്റി വെച്ചിരിക്കുക. എൻ്റെ ഏട്ടൻ ഇങ്ങനൊരു മകൾ എങ്ങനെ ജനിച്ചോ? നശിച്ചവൾ. അതെങ്ങനാ? ഇവളുടെ തല കണ്ടപ്പോഴേ തള്ളയുടെ തല അങ്ങ് തെക്കോട്ടേക്കെടുത്തു. ശോഭേ, മതി പറഞ്ഞത്, നിർത്ത്. പറഞ്ഞു എങ്ങോട്ടാ? ആരെങ്കിലും കേട്ടാൽ? കേൾക്കട്ടെ. ഇവൾക്ക് എന്ത് യോഗ്യതയാ ഉള്ളത് എൻ്റെ കുഞ്ഞിനെ തല്ലാൻ? പൈസ വാരി എറിഞ്ഞില്ലെങ്കിൽ കാണായിരുന്നു. അവർ പറഞ്ഞ വാക്കുകളിൽ പതറിയില്ലവൾ. വേദനിച്ചതുമില്ല. കാരണം അറിയാം താൻ കേൾക്കേണ്ടതാണിതെന്ന്. ചിറ്റ, ഞാൻ ചെയ്ത തെറ്റ് അത് ഞാൻ നിഷേധിക്കില്ല. അതിനർത്ഥം നിങ്ങളുടെ മകൻ കാണിച്ച തോന്നിവാസത്തിന് ഞാൻ പ്രതികരിക്കില്ല എന്നതല്ല. ഇവൻ എന്താ എന്നോട് പറഞ്ഞതെന്നറിയോ? ഒരു കൂസലും ഇല്ലാതെ നിൽക്കുന്ന മനുവിനെ നോക്കി പറയുകയാണവൾ. അവൻ എന്തു പറഞ്ഞടി? ചോദിച്ചു നോക്കി ഇവനോട്. ഒരു ദിവസത്തേക്ക് ഇവന് വേണ്ടി എന്നോട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറഞ്ഞതും കോപത്താൽ കണ്ണുകൾ ചുവന്നു. വാക്കുകൾ വല്ലാതെ വിറകൊണ്ടു. അതിന് പറഞ്ഞെങ്കിൽ എന്താ? നീ ബാംഗ്ലൂരിൽ എങ്ങനെ നടന്നതാണെന്ന് ഞങ്ങൾക്കൊക്കെ അറിയാടി. ശോഭേ, മതി, നിർത്ത്. ആവശ്യമില്ലാത്തത് പറയരുത് നീ. വാക്കുകൾ സൂക്ഷിക്കണം, പിന്നെ തിരിച്ചെടുക്കാൻ പറ്റില്ല. സുഭദ്രമ്മ ദേഷ്യത്തോടെ അവരുടെ നേരെ വന്നു. എന്നിട്ട് മനുവിൻ്റെ നേർക്ക് തിരിഞ്ഞു. നീ ആമിയോട് അങ്ങനെ പറഞ്ഞോടാ? അവൻ്റെ മുഖത്ത് പുച്ഛം നിറഞ്ഞു. ചുണ്ടൊരു വശത്തേക്ക് കോട്ടി. നിന്നോടാ മനുട്ടാ ചോദിച്ചത്. പറഞ്ഞെങ്കിൽ എന്തു ചെയ്യും? പറഞ്ഞു തീർന്നതും മുത്തശ്ശിയുടെ അടിയിൽ വേച്ചു പോയിരുന്നവൻ, അമ്മേ, എൻ്റെ കുഞ്ഞിനെ അടിച്ചോ? അതേടി, തല്ലി വളർത്താത്തതിൻ്റെ കേടാണിത്. ഇനി ഒരു പെൺകുട്ടികളോടും ഇവനിങ്ങനെ പറഞ്ഞുകൂടാ. കവളിൽ കൈപൊത്തിക്കൊണ്ട് ആമിയെ സൂക്ഷിച്ചു നോക്കി വെളിയിലേക്ക് നടന്നവൻ. നീ നശിച്ചു പോകത്തേ ഉള്ളൂ, എരണം കെട്ടവൾ. അതും പറഞ്ഞ് അവളെ രൂക്ഷമായി നോക്കിയിട്ട് ശോഭയും അവളുടെ മുറിയിലേക്ക് പോയി. മുത്തശ്ശി അവളുടെ തലയിൽ ഒന്ന് തലോടി. നീർക്കണങ്ങൾ ഉരുണ്ടുകൂടിയ കണ്ണുകൾ ഇറുക്കി അടച്ചു. അവളുടെ ദുഃഖം മുഴുവനും കണ്ണുനീരായി ഇറങ്ങി. അത് കവളിനെ തഴുകി ഒഴുകി. മുത്തശ്ശിക്കൊരു ചിരി നൽകിയവൾ. എൻ്റെ മോള് അവൾ പറയുന്നത് കേട്ട് വിഷമിക്കരുത്. കണ്ണിൽ ചോരയില്ലാത്ത വർഗമാണ്. എങ്ങനെ എൻ്റെ വൈദ്യം ജനിച്ചോ? ഇല്ല മുത്തശ്ശി, അവർ പറഞ്ഞതിൽ തെറ്റെന്താണുള്ളത്? എത്ര കുഴിച്ചു മൂടിയാലും സത്യം നമ്മളെ നോക്കി ഇങ്ങനെ കോക്രി കാണിക്കും. അതും പറഞ്ഞ് ആമി ചിരിച്ചു. ഞാൻ പോയി വരാം മുത്തശ്ശി, രാഘു വരാറായി കാണാം. കയ്യിലിരുന്ന ബാഗ് തോളിലേക്കിട്ടു. വെളിയിലേക്ക് നടന്നതും കണ്ടു. പോർച്ചിൽ തന്നിലേക്ക് തന്നെ മിഴികളൂന്നി 1000 ചോദ്യശരങ്ങളുമായി നിൽക്കുന്നവനെ, തന്നെ നോക്കി നിൽക്കുന്നവനെ കാണേ ചെറുതായി ഒന്ന് പതറി. എങ്കിലും മനോഹരമായി ഒന്ന് ചിരിച്ചവൾ. അവനെല്ലാം കേട്ടുവെന്ന് അവൻ്റെ മുഖഭാവത്തിൽ നിന്നും ആമിക്ക് മനസ്സിലായി. രാഗ്. അവളുടെ വാക്കുകൾ ഒന്ന് പതറി. പോകാം. അതും പറഞ്ഞ് അവൻ കാറിലേക്ക് കയറി. അവൻ്റെ പെരുമാറ്റം അവളിൽ അതിശയമായിരുന്നു. അവൾ അവനെ ഒന്ന് നോക്കി. എന്തോ ആ മുഖത്ത് നോക്കാൻ ബുദ്ധിമുട്ട് തോന്നി. ഒന്നും മിണ്ടിയില്ല. അവൾ കാറിൽ കയറി സീറ്റ് ബെൽറ്റ് ഇട്ടു. സ്റ്റിയറിങ്ങിൽ താളം പിടിച്ചിരിപ്പുണ്ട് രാഗ്. പോകാമി. ഒന്ന് മൂളി അവൾ. പോകുന്ന വഴിയിൽ പരസ്പരം ഒന്നും മിണ്ടിയില്ല. സീറ്റിൽ ചാരി കണ്ണുകൾ അടച്ചിരുന്നവൾ കണ്ണിടയ്ക്ക് തൂകുന്നുമുണ്ട്. റബ്ബർ തോട്ടങ്ങളുടെ ഇടയിലൂടെ ആ കാറ് പാഞ്ഞു. ശോഭ ചേച്ചി പറഞ്ഞ വാക്കിൽ കുടുങ്ങിക്കിടന്ന അവൻ്റെ ചിന്തകൾ. യാതൊന്നും മനസ്സിലാവുന്നില്ല. എങ്കിലും അവളോടൊന്നും ചോദിക്കാനും തുനിഞ്ഞില്ല. രാഗ്. അല്പം കഴിഞ്ഞതും ആമി അവനെ നോക്കി. അത് എനിക്ക് രാഗ്. അവൾ വാക്കുകൾ പറയാനാവാതെ വിഷമിച്ചു. ആമി, സ്ഥലമാകുമ്പോൾ പറയണേ. അത് ശ്രീരാമക്ഷേത്രത്തിനടുത്ത്. കുറച്ച് സമയത്തിനുള്ളിൽ അവർ പറഞ്ഞ സ്ഥലത്തെത്തിയതും ഇറങ്ങാനാവാതെ ഇരുന്നു പോയി ആമി. വഴി സൈഡിനോട് ചേർന്ന ഒരോടിട്ട പഴയ വീട്. അതിൻ്റെ മുമ്പിൽ നിന്നതും ആമി കാലുകൾ തളരുന്ന പോലെ, തലയിലൊരു പെരുപ്പ് കയറുന്നത് പോലെ അവൾക്ക് തോന്നി. ആ മുറ്റത്തേക്ക് കയറി. 6 സെൻറ്റ് ഭൂമിയോട്
വീടിനോട് ചേർന്ന് കിളുത്ത് നിൽക്കുന്ന തെങ്ങിൻ തൈയും മാറാച്ചേമ്പും തളർത്ത് നിൽക്കുന്ന കുഴിമാടത്തിലേക്കൊന്ന് നോക്കി. കണ്ണ് നിറഞ്ഞ് കാഴ്ചയെ മറിച്ചു. ആ മണ്ണിലേക്ക് മുട്ടുകുത്തിയിരുന്നു. ഞാൻ വന്നു. എന്നോട് പൊറുക്കില്ലേ നീ? മുഖം മണ്ണിലേക്ക് അടുപ്പിച്ച് കുറേ നേരം കരഞ്ഞു. ഒരു കൈ തോളിൽ വീണെന്നും തിരിഞ്ഞു നോക്കി. ശ്രീരാഗായിരുന്നു. ആ കൈയിൽ മുഖം അമർത്തി അവൾ. അവൾ നീട്ടിയ കയ്യിൽ പിടിച്ചെഴുന്നേറ്റു. വീണു പോകുമോ എന്നോർത്തു. പക്ഷെ അവൻ്റെ പിടുത്തം മുറുകിയിരുന്നു. വരാന്തയിലേക്ക് കയറി. ഭിത്തിയിൽ ദൈവങ്ങളുടെ ഫോട്ടോയ്ക്കടുത്തായി പുഞ്ചിരിച്ചു നിൽക്കുന്ന ഒരു പെൺകുട്ടി. ചിരിക്കുമ്പോൾ വിരിയുന്ന നുണക്കുഴിയുള്ള ഒരു മിടുക്കി. പ്ലാസ്റ്റിക് പൂവിൻ്റെ ഒരു മാലയിട്ടിട്ടുണ്ട്. പിന്നെ അവൾക്ക് കിട്ടിയ മെഡലുകളും ആ ഫോട്ടോയോട് ചേർന്ന് കിടപ്പുണ്ട്. ആ ഫോട്ടോയിലേക്ക് തൊടാൻ കൈയുയർത്തിയതും ആരാ? ഒരു ക്ഷീണിച്ച സ്വരം കേട്ടതും തിരിഞ്ഞു നോക്കാനാവാതെ പേടിച്ചു നിന്നു. രാഗും അവരെ നോക്കി. ക്ഷീണിച്ച് ഒരു 50 വയസ്സോളമുള്ള ഒരു സ്ത്രീയെ. മുഷിഞ്ഞ നൈറ്റിയാണ് വേഷം. നനഞ്ഞ കൈ നൈറ്റിത്തുമ്പിൽ തൂക്കുന്നുണ്ട്. അവരുടെ മുഖം കഷ്ടപ്പാടും ദുഃഖവും നിറഞ്ഞതാണെന്ന് വിളിച്ചു ഓതുന്നുണ്ട്. ആരാണെന്ന് പറഞ്ഞില്ല. ആരെ കാണാൻ വന്നതാ? അവനെ കാണാൻ വന്നതാണെങ്കിൽ അവൻ ഇപ്പോൾ അങ്ങ് പോയതേ ഉള്ളൂ. ഫോട്ടോയ്ക്ക് നേരെ തിരിഞ്ഞു നിൽക്കുന്നവളെ സംശയത്തോടെ നോക്കി. കുഞ്ഞ് ഏതാ? തോളിക്കിടുന്ന ബാഗിൽ കൈ മുറുക്കി പിടിച്ച് തിരിഞ്ഞു. അവരുടെ കണ്ണുകൾ കുറുകി. മനസ്സിലാകാതെ അവരെ നോക്കി. ഞാൻ ഐശ്വര്യയുടെ ഫ്രണ്ട്. അത് മോളുടെ കൂട്ടുകാരിയാ? മനസ്സിലായില്ല കേട്ടോ. സ്കൂളിൽ പഠിച്ചതാണോ? അല്ല, അത് ബാംഗ്ലൂരിൽ വെച്ച്. അമ്മ അറിയും. ഞാൻ അഭിരാമി അനന്തൻ. വാക്കുകൾ ഇടറി. നെഞ്ചു വീർപ്പ് മുട്ടുന്നതറിഞ്ഞവൾ ആ പേര് കേട്ടതും അവളുടെ കണ്ണുകൾ മിഴിയുന്നതും അവയിൽ കോപം നിറയുന്നതും കണ്ടവൾ അവളിലേക്ക് പാഞ്ഞെടുത്തു. നെഞ്ചിൽ പിടിച്ചൊരൊറ്റ തള്ളായിരുന്നു. മുറ്റത്തേക്ക് വീഴാൻ തുടങ്ങിയതും ശ്രീരാഗ് കയറി പിടിച്ചു. എന്താണ് നടക്കുന്നത് എന്നറിയാതെ ഒരു പകപ്പുണ്ടായി അവനിൽ. എന്നാൽ ആമയുടെ ഭാവത്തിൽ മാറ്റമുണ്ടായിരുന്നില്ല. എല്ലാം പ്രതീക്ഷിച്ചു വന്ന പോലെ. കൂടെ കൊണ്ട് നടന്നു. നിന്നെ സ്നേഹിച്ചു പ്രാണനോളം. എന്നിട്ടൊടുക്കും കൊണ്ടുപോയി കൊന്നു കളഞ്ഞില്ലേടി എൻ്റെ കുഞ്ഞിനെ. എന്നിട്ട് എന്ത് ധൈര്യം ഉണ്ടായി നിനക്കിവിടെ കയറി വരാൻ? അവർ അവളുടെ 2 കവളിലും മാറി മാറി അടിച്ചു. കാലുകൾ ഉറയ്ക്കാതെ വീഴാൻ തുടങ്ങിയ ആമി. അവരെ തടുക്കാനായി രാഘവന്നതും കൈകൊണ്ട് തടഞ്ഞു. അവൾ വേണ്ടെന്ന് തല അനക്കി കാണിച്ചു. വേണ്ട രാഗ്, വേണ്ട. സുധേ, എന്താ? ആരാ അവിടെ? എന്താ ബഹളം? അകത്തുനിന്നും ക്ഷീണിച്ച ഒരു ശബ്ദം കേട്ടു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ഇടം കൈയാൽ അത് തൂത്തു വീറോടെ അവളുടെ അടുത്തേക്ക് വന്നു. കയ്യിൽ മുറുക്ക പിടിച്ചു വലിച്ചു. ഒന്നെതിർക്കുക പോലും ചെയ്യാതെ അവൾ പുറകെ നടന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകാതെ രാഗും ഒരു ഇരുണ്ട മുറിയിലേക്ക് അവളെ വലിച്ചിട്ടു. മരുന്നിൻ്റെയും മൂത്രത്തിൻ്റെയും ഒരു സമ്മിശ്ര മണം അവിടെ ആകെ നിറഞ്ഞു. അവളുടെ കൈവിട്ട് ലൈറ്റിട്ടവർ ഒന്ന് പതറിപ്പോയി. തൻ്റെ മുൻപിൽ കണ്ട കാഴ്ചയെ കാണാനാവാതെ മിഴികൾ താഴ്ത്തി. ആമയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. കണ്ണു നിറച്ച് കാണ്. ഇതിനാവൂല്ലോ നീ വന്നത്. അന്ന് വീണതാ ഇങ്ങേര്. അല്ല, വീഴ്ത്തി. എല്ലാവരും കൂടി. എൻ്റെ മോള് പോയതോടെ എല്ലാം പോയി. അവർ ചീറി. അവരുടെ വാക്കുകൾ അവളെ വല്ലാണ്ട് ഒലിച്ചു. കട്ടിലിൽ കിടക്കുന്ന ആ മെലിഞ്ഞ രൂപം തന്നെ സംശയത്തോടെ നോക്കുന്നതും പിന്നെ ഭാവം മാറുന്നതും കണ്ടു. സുധേ, ഇതാരാ? നമ്മുടെ ഐശുവിനെ കൊണ്ട് കൊലയ്ക്ക് കൊടുത്ത പിശാച്. പറഞ്ഞതും അവർ പിടിച്ച് തള്ളിയിരുന്നവളെ. നിലത്തേക്ക് മുഖം അടിച്ചു വീണു. എന്നിട്ടും മുഖമുയർത്തി അയാളെ നോക്കി. എഴുന്നേക്കാനാവില്ല. എങ്കിലും
അയാളുടെ ദേഹം വല്ലാതെ വിറയ്ക്കുന്നുണ്ട്. അവൾ നിലത്തേക്ക് മുട്ടുകുത്തിയിരുന്നു. അയാൾക്ക് നേരെ കൈകൂപ്പി. അപ്പോഴും ചുറ്റും നടക്കുന്നത് വിശ്വസിക്കാനാവാതെ തറച്ചു നിൽക്കുകയാണ് ശ്രീരാഗ്. ഇതുവരെ കാണാത്ത ആമിയുടെ മറ്റൊരു മുഖം. തൻ്റെ അടിയിൽ നിന്നും കുറ്റാരോപിതയിലേക്കുള്ള മാറ്റം. അവളിൽ നിന്നും മിഴിയെടുക്കാതെ നോക്കി. അവളിലെ ദയനീയതയും ദുഃഖവും തന്നെ ആഴത്തിൽ മുറിപ്പെടുത്തുന്നത് വേദനയോടെ അറിഞ്ഞു. ഭ്രാന്തിയാണെന്ന് പറഞ്ഞ് നിന്നെ രക്ഷപ്പെടുത്തി നിന്റെ തന്ത. എൻ്റെ കുഞ്ഞ് സ്വയം ചെയ്തുവെന്ന് നിങ്ങളൊക്കെ വരുത്തി തീർത്തു. ആരും രക്ഷപ്പെടില്ല, അനുഭവിക്കും. ദൈവം തരും ശിക്ഷ. അവർ ശാപവാക്കുകൾ മൊഴിഞ്ഞു. അപ്പോഴും അവൾ നിസ്സംഗതയോടെ കേട്ടുനിന്നു. പിന്നെ അയാളുടെ അടുത്തേക്ക് നീങ്ങിയിരുന്നു. ഞാൻ അറിഞ്ഞില്ല അങ്കിൾ, എൻ്റെ ഐഷു. ഞാൻ അറിഞ്ഞുകൊണ്ടല്ല. അവളെ എന്ത് പ്രായശ്ചിത്തവും ചെയ്യാം. എൻ്റെ ജീവൻ വേണമെങ്കിലും. അയാൾ പുച്ഛത്തോടെ അവളെ നോക്കി. പൊക്കോ, ഇവിടെ നിന്ന് പൊയ്ക്കോ. അവൻ വരും മുൻപ്. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ മകനെ കൂടി നഷ്ടമാകും. ആമി, വാ പോകാം. ഇനി ഇവിടെ നിൽക്കണ്ട. നിലത്ത് കിടക്കുന്ന അവളുടെ കയ്യിൽ പിടിച്ച് എഴുന്നേൽപ്പിച്ച് ശ്രീരാഗ്. കരഞ്ഞ് തളർന്നിരുന്നവൾ തളർച്ചയോടെ അവൻ്റെ തോളിലേക്ക് ചാഞ്ഞു. അവളുടെ തോളിൽ മുറുക്കെ പിടിച്ചു. അവളുമായി ആ മുറിയിൽ നിന്ന് വെളിയിൽ കടന്നു. ഒന്ന് തിരിഞ്ഞു നോക്കി. ഇനി വരരുത് ഇങ്ങോട്ട്. നീയൊക്കെ രക്ഷപ്പെട്ടില്ലേ? അതുപോരെ. എൻ്റെ കുഞ്ഞിന് നീതി ലഭിച്ചില്ല, ലഭിക്കില്ല ഒരിക്കലും. അതും പറഞ്ഞ് ആ അമ്മ നിലത്തേക്ക് വീണ് കരഞ്ഞു. പിന്നെ നീറുന്ന വേദനയോടെ തിരിഞ്ഞു നടന്നു. അവൾ രാഗിൻ്റെ കൈപിടിച്ച് അവിടം വിട്ടു പോരുമ്പോൾ ആ കുഴിമാടത്തിലേക്ക് ഒന്ന് വീണു. പിന്നെ രാഗിൻ്റെ നെഞ്ചിലേക്കും. അപ്പോഴും അകത്തുനിന്നും ശാപവാക്കുകൾ അവളെ തേടിയെത്തി. വഴിയിൽ പല സ്ഥലങ്ങളിലായി ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി പരസ്പരം എന്തൊക്കെയോ പറയുന്നുണ്ട്. കാറിൻ്റെ സീറ്റിലേക്കിരുന്ന് കണ്ണുകൾ അടച്ചവൾ ചാലിട്ടൊഴുകുന്ന കണ്ണുനീരിനെ ഒഴുകാനായി വിട്ടു. രാഘു വന്നിട്ട് ഒരു കുപ്പി വെള്ളം അവൾക്കായി നീട്ടി. അവനെ ഒന്ന് നോക്കി ആമി. പിന്നെ അവൻ്റെ കയ്യിൽ നിന്നും കുപ്പി മേടിച്ചു. വായിലേക്ക് വെള്ളം കമിഴ്ത്തി. അത് കവിഞ്ഞ് അവളുടെ ദേഹം ആകെ വീണു. പോകാം. അതും പറഞ്ഞ് അവൻ വണ്ടിയെടുത്തു. വലതുവശത്തേക്കൊന്ന് തിരിഞ്ഞതും ഇടതുവശത്തു നിന്ന് ഒരു ഓട്ടോ ആ വീട്ടിലേക്ക് ഓടിച്ച് കയറിയിരുന്നു. ഓട്ടോ നിർത്തി. അതിൽ നിന്നും അവൻ പുറത്തേക്ക് തലയിട്ട് നോക്കി. അങ്ങോട്ടും നോക്കി. മുഖം ചൊളിച്ചു നിൽക്കുന്ന ആളുകളെ. പിന്നെയൊരു ഭയത്തോടെ അകത്തേക്ക് കയറാൻ തോന്നി. നോക്കിയതും ഒരാൾ അങ്ങോട്ട് വന്നു. അതേ വിഷ്ണു, ഒരു ചെറുക്കനും പെണ്ണും വന്നിരുന്നു. അമ്മ കരയുന്നതും ഒച്ചവെക്കുന്നതും ഒക്കെ കേട്ടു. അയാളുടെ വാക്കുകൾ മുഴുവൻ കേൾക്കാൻ നിൽക്കാതെ അവൻ അകത്തേക്ക് ഓടിക്കയറി. വിഷ്ണുവിൻ്റെ വിളി കേട്ടതും വിറയലോടെ മുഖം തുടച്ചുകൊണ്ട് നിലത്തു നിന്നും സുധ ചാടി എഴുന്നേറ്റു. അവരുടെ മുഖത്ത് സൂക്ഷിച്ചു നോക്കിയവൻ അവരുടെ കണ്ണുനീരും വെപ്രാളവും കണ്ടതും അവൻ്റെ മുഖം ചുളിഞ്ഞു. അവരുടെ തോളിൽ പിടിച്ച് തന്നെ നേരെ നിർത്തി. എന്താമ്മേ, എന്തിനാ കരയുന്നേ? ആരാ ഇപ്പോൾ ഇവിടുന്ന് പോയത്? അത് വിച്ചു. അത് വഴി ചോദിക്കാൻ. മുഖത്ത് നോക്കാതെയുള്ള അവരുടെ സംസാരം അവൻ്റെ മുഖം വീണ്ടും ചുളിച്ചു. കട്ടിലിൽ കിടക്കുന്ന അച്ഛനെ നോക്കിയവൻ. സത്യം പറയമ്മ, ആരാ അത്? ഇത്രമാത്രം അമ്മയെ കരയിക്കാൻ ആരാണിത്? ആരുമില്ല വിച്ചു, നിനക്ക് ചോറെടുക്കട്ടെ? മുഖം തുടച്ച് മുറിയിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങിയതും അടുത്ത് കിടന്ന കസേര ചവിട്ടി തെറിപ്പിച്ചു. എന്നെ ഭ്രാന്ത് പിടിപ്പിക്കാതെ ആരാണെന്ന് പറയ. അത് മോനെ, ആ പെണ്ണ് അഭിരാമി. അവരിൽ നിന്ന് ആ പേര് കേട്ടതും അതിശയവും കണ്ണുകളിൽ നഷ്ടപ്പെടലിൻ്റെ വേദനയും നിറഞ്ഞു. പിന്നെ അത് പകയായി മാറി. മുഷ്ടി ചുരുട്ടി കൈ ഞരമ്പുകൾ തെളിഞ്ഞു വന്നു. ഭിത്തിയിൽ ദേഷ്യം മാറാതെ ബലമായി ഇടിച്ചു. അവൻ്റെ മുഖഭാവം അവരെ പേടിപ്പിച്ചു. എന്തിനാ അവളിവിടെ കയറ്റിയത്?
പറഞ്ഞിട്ട് കാറ്റിൻ്റെ വേഗതയിൽ വെളിയിലേക്ക് പോയി. ഓട്ടോ സ്റ്റാർട്ടാവുന്ന ഒച്ച കേട്ടതും അവർ വെളിയിലേക്ക് ഓടി വന്നു. എങ്കിലും അത് വഴി കടന്നു പോയിരുന്നു. റോഡ് സൈഡിനോട് ചേർന്ന് കാർ ഒതുക്കി നിർത്തി രാഗ്. ചുണ്ടുകൾ കൂട്ടിപ്പിടിച്ചു ഒച്ച വരാതെ കരയുന്ന അവളെ നോക്കി അവൻ തളർന്നു. വാടിക്കരഞ്ഞ് കൺപോളകളൊക്കെ വല്ലാണ്ട് വീങ്ങി. ആമി അവളുടെ തോളിൽ കൈ ചേർത്ത് തന്നോടടുപ്പിച്ചു. അവളുടെ വലം കൈയിൽ പിടിച്ചു. തന്നെ കേൾക്കാൻ ഞാൻ തയ്യാറാണ് ആമി. തനിക്ക് എന്തും പറയാം. രാഗുണ്ടാകും തൻ്റെ കൂടെ. അവർ പറഞ്ഞത് വിശ്വസിച്ചിട്ടില്ല ഞാൻ. അത് നുണയാണെന്ന് എനിക്കറിയാം ആമി. മുഖം ഉയർത്താതെ മിഴികൾ എങ്ങോട്ടൊക്കെയോ ചാലിച്ചു. കരച്ചിലോട് കൂടിയ ചിലമ്പിച്ച സ്വരം അവളിൽ നിന്നുയർന്നു. എല്ലാം സത്യമാണ്. ഞാൻ കാരണമാണ് എൻ്റെ ഐഷു. പറഞ്ഞതും ഒരു അലറിക്കരച്ചിൽ തൊണ്ടക്കുഴിയിൽ വന്ന് തടഞ്ഞു നിന്നു. അവളുടെ വാക്കുകൾ ചാട്ടുളി പോലെ അവൻ്റെ ഹൃദയത്തെ മുറിപ്പെടുത്തി. അവളിൽ മുറുകിയിരുന്ന അവൻ്റെ കൈ അല്പവും നയിഞ്ഞു. രാഗിൻ്റെ കൈ അവളിൽ നിന്ന് അയഞ്ഞു. വിശ്വസിക്കാനാവാതെ ഒന്ന് നോക്കിയവൻ. അവളുടെ മുഖം അവനെ വേദനിപ്പിച്ചു. തൻ്റെ കൈയൊന്ന് അയഞ്ഞപ്പോൾ അവളുടെ ഭാവം അയഞ്ഞ കൈ അതുപോലെ തന്നെ പിടിച്ചു. തനിക്കെന്തും പറയാമി. തന്നെ എനിക്ക് വിശ്വാസമാണ്. തന്നെ കേൾക്കാൻ ഈ രാഗ് തയ്യാറാണ്, ഒരു നല്ല സുഹൃത്തായി. അവളെ സ്നേഹിച്ചിരുന്ന അവളുടെ അച്ഛനും അമ്മയും പിന്നെ അവളുടെ വിച്ചുവേട്ടനെക്കുറിച്ചും അവരുടെ എല്ലാവരുടെയും സന്തോഷം ഞാനും കൂടി കാരണമാണ്. ആമി ബാഗിൽ നിന്നും പഴയ കുറച്ച് പത്രപേപ്പറുകൾ എടുത്തു. അതിലൊന്ന് അവന് നേരെ നീട്ടി. അതിൽ വട്ടം വരച്ചിരുന്ന വാർത്തയിലേക്ക് അവൻ്റെ കണ്ണുകൾ പാറി. ബാംഗ്ലൂരിൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിനി ഹോസ്റ്റൽ കെട്ടിടത്തിൽ നിന്ന് വീണ് മരിച്ച നിലയിൽ. പീഡനശ്രമമാണെന്നാണ്. പോലീസിൽ 2 പെൺകുട്ടികൾ മൊഴി നൽകിയിരിക്കുന്നത്. 5 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പ്രതികൾ മയക്കുമരുന്നിന് അടിമകളായിരുന്നുവെന്ന് പോലീസ്. ആ പത്രവാർത്തയിലേക്കും അതിൻ്റെ അടിയിൽ കൊടുത്തിരിക്കുന്ന ഫോട്ടോയിലേക്കും അവനും നോക്കി. ഇതിലൊരാൾ ഞാനാണ് രാഗ്. അത് പറയുമ്പോഴും അവളുടെ കണ്ണുകൾ നിറഞ്ഞു തൂവി. അറിയണ്ടേ എല്ലാം? എന്നെ ആരും കേൾക്കുന്നില്ല. ആർക്കും ഒന്നും അറിയണ്ട. അവൻ അവളെ കേൾക്കാനായി അവളുടെ നേരെ ഇരുന്നു. പറയാനായി അവളും. തനിക്കൊരു താങ്ങാകാൻ അവന് കഴിയുമെന്ന് അവളുടെ മനസ്സ് പറഞ്ഞു. അവളുടെ കണ്ണിൽ 1.5 വർഷം മുൻപ് ആദ്യമായി ഐഷുവിനെ കണ്ട ആ ദിവസമായിരുന്നു. വീടടുത്തായിരുന്നെങ്കിലും എനിക്കിഷ്ടം ഹോസ്റ്റലിൽ നിൽക്കുന്നതായിരുന്നു. അതുകൊണ്ട് തന്നെ ക്ലാസ് തുടങ്ങുന്നതിന് 2 ആഴ്ച മുൻപേ ഹോസ്റ്റലിലേക്ക് ചേക്കേറിയിരുന്നു. ഞാനും പിന്നെ അന്ന മേരി ജോണും. അവളും ബാംഗ്ലൂരിൽ മലയാളിയാണ്, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്. സത്യം പറഞ്ഞാൽ വീട്ടുകാരുടെ ശല്യമില്ലാതെ പറന്ന് നടക്കുക, അതുമാത്രമായിരുന്നു എനിക്ക് എഞ്ചിനീയറിംഗ് പഠനം. അന്ന് ഷോപ്പിംഗ് കഴിഞ്ഞ് റൂമിലേക്ക് വന്ന് കയറുമ്പോൾ കുറേ വില കുറഞ്ഞ പഴക്കം ചെന്ന ബാഗും പൈൻ്റ് കവറുകളും കിടക്കുന്നു. ബക്കറ്റും അങ്ങനെ കുറേയേറെ സാധനങ്ങളും. സകലതും എൻ്റെ മുറി നിറഞ്ഞിരുന്നു. ഒരു ചന്ത പോലെ. എന്തൊക്കെയോ ഒരു മണവും കവറിൽ നിന്ന് എണ്ണ പോലെ എന്തോ തറയിൽ പടർന്നു കിടക്കുന്നതും കണ്ടു. ഒരു പുതിയ കുട്ടി വന്നുവെന്നും അത് അയാളുടെ ചേട്ടൻ്റെ കൂടെ പോയിരിക്കുകയാണെന്ന് പറഞ്ഞു. ഇതേതോ കച്ചറ ടീമാണെന്ന് തോന്നാമി. എന്നെ കാലുകൊണ്ട് തട്ടി ഒരു മൂലയിലേക്കെല്ലാം ഒതുക്കി. എന്തോ എല്ലാം കൂടെ കണ്ടിട്ടോ എനിക്കും ദേഷ്യം വന്നു. അവയൊക്കെ എടുത്ത് തൂക്കി വെളിയിലേക്ക് ഇട്ടാമി. ചരട് കൊണ്ട് കെട്ടിയിരുന്ന കവറെടുത്ത് വെളിയിലേക്കിട്ടതും അതൊരൊച്ചയോടെ നിലത്തേക്ക് വീണു. അപ്പോഴേക്കും ഒരു പെൺകുട്ടി ഓടി വന്നു. എന്താ ഈ കാണിച്ചത്? ഇതെൻ്റെയാ. അവൾ നിലത്തേക്കിരുന്നു. ആമി അവളെ സൂക്ഷിച്ചു നോക്കി.
ഈ രണ്ട് നിറമാണ് ആ പെണ്ണിന്. തല നിറച്ച് എണ്ണ വെച്ച് പതപ്പിച്ച പോലെ. മുടിയാണെങ്കിൽ നിതമ്പത്തോളം നീണ്ടു കിടപ്പുണ്ട്. മുഖം ആകെ എണ്ണമയം. കഴുത്ത് ശൂന്യമാണ്. കാതിൽ ചെറിയൊരു മുട്ടുകമ്മൽ. അധികം വിലയില്ലാത്ത ചുരിദാറാണ് വേഷം. കഴുത്തിടുക്കിലും നെറ്റിയിലും വിയർപ്പ് പൊടിയുന്നുണ്ട്. അവളുടെ ചുണ്ടുകൾ വിറച്ചു. കണ്ണുകൾ നിറയുന്നുമുണ്ട്. ഇത്രയും വില കുറഞ്ഞ വസ്തുക്കളൊന്നും ഈ മുറി കയറ്റാൻ പറ്റില്ല. കുളിക്കാറില്ലേ? എന്ത് വിയർപ്പുമാണോ തനിക്ക്? അതും പറഞ്ഞ് അന്ന മൂക്ക് പൊത്തി. അവളുടെ സംസാരം കേട്ട് ഉറക്കെ ചിരിക്കുകയാണ് ആമി. ഒന്ന് ദയനീയമായി നോക്കിയവൾ. ആ സമയം ഫോൺ റിങ് ചെയ്തതും അത് കാതോട് ചേർത്തു. ആ ഏട്ടാ. ഇല്ല, കുഴപ്പമില്ല, ഞാൻ വിളിക്കാം. പോവാണോ? അതും പറഞ്ഞ് ബാൽക്കണിയുടെ അടുത്തേക്ക് നടന്നു. പിന്നെ ആർക്കോ നേരെ കൈവീശി. അവൾ ആരെയാണ് കൈവീശുന്നതെന്നറിയാനായി ചെന്നു നോക്കി. എങ്കിലും തിരിഞ്ഞു നടന്നു പോകുന്ന ഒരാളെയാണ് കണ്ടത്. നിങ്ങൾ എന്താ പിള്ളേരെ കാണിച്ചത്? ആലീസ് കുറച്ച് ദേഷ്യത്തോടെ അങ്ങോട്ട് വന്നു. ദേ ആൻറ്റി, ഞങ്ങളുടെ റൂമിൽ ഈ കുട്ടിക്ക് കൊടുക്കാൻ സ്ഥലമൊന്നുമില്ല. കൾച്ചറില്ലാത്തൊരു ജന്തു. അതും പറഞ്ഞ് പുച്ഛത്തോടെ അന്ന അകത്തേക്ക് കയറി. ആമി, ആ കുട്ടി ഈ റൂമിൽ നിൽക്കട്ടെ, വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത്. നമുക്ക് നോക്കാം, ഇപ്പോൾ അത് കയറട്ടെ. അതും പറഞ്ഞ് നിലത്ത് കിടക്കുന്ന സാധനങ്ങൾ എടുത്തു വെക്കുകയാണവൾ. പേടിയോടെ രണ്ടുപേരെ നോക്കുന്നുമുണ്ട്. ആ കണ്ണുകളിൽ ഒരു പിടപ്പുണ്ട്. അവൾ അകത്തേക്ക് കയറി. കയറുന്നത് കൊള്ളാം, എല്ലാം കൂടി ഒരു മൂലയ്ക്ക് വെച്ചോണം. പിന്നെ നിന്റെ പേരെന്തോന്നാ? ഐശ്വര്യ. ഐഷു എന്നാണ് ഏട്ടൻ വിളിക്കുന്നത്. പേരിൽ മാത്രം ഐശ്വര്യം ഉള്ളല്ലോടി. അതും പറഞ്ഞ് ആമി ബാത്റൂമിൽ കയറി. ഒരു നിമിഷം നിന്നു. പിന്നെ ഓരോ സാധനങ്ങൾ അവൾ അടുക്കി വെക്കാൻ തുടങ്ങി. അവൾ നീട്ടിയ പാക്കറ്റിലേക്കും അവളിലേക്കും നോക്കി രണ്ടുപേരും. ഉണ്ണിയപ്പവും നുറുക്കും അമ്മ ഉണ്ടാക്കി തന്നുവിട്ടതാണ്. കഴിച്ചിട്ട് നല്ലതാണോന്ന് പറയോ? അത് കേട്ടതും പുച്ഛത്തോടെ രണ്ടുപേരും ചിരിച്ചു. അയ്യേ, ഇത്രയും ഡേർട്ടിയായ ഫുഡ് കൊണ്ടുവയ്ക്കൂ? അത് പറയുകയും തട്ടിത്തെറിപ്പിക്കുകയും ചെയ്ത ആമി നിലത്ത് വീണ് കിടക്കുന്ന പലഹാരത്തിലേക്ക് സങ്കടത്തോടെ നോക്കിയവൾ. നിറഞ്ഞു വന്ന കണ്ണുനീരിനെ തുടച്ചുകൊണ്ട് നിലത്ത് കിടക്കുന്ന പലഹാരം പെറുക്കിയെടുക്കാൻ തുടങ്ങിയതും അന്ന അതിൻ്റെ മുകളിലൂടെ ചെരുപ്പുമിട്ട് ചവിട്ടിപ്പോയിരുന്നു. തൊഴിലുറപ്പിന് പോയി കിട്ടിയ പൈസ മിച്ചം വെച്ച് പോന്നപ്പോൾ ഉണ്ടാക്കി തന്നതാണ് പുതിയ കൂട്ടുകാർക്ക് കൊടുക്കാൻ. രാത്രി ഉറക്കളച്ചിരുന്ന് പാവം ഉണ്ടാക്കിയതാണ്. ഓരോന്നും വാരിയെടുത്ത് കവറിലാക്കി. എന്നിട്ടത് ഡസ്റ്റ്ബിന്നിലിട്ടു. രാവിലെ തന്നെ കുളിച്ചു. ഷെൽഫിൽ ചെറിയ ഇടയിൽ ശിവഭഗവാന്റെ ഫോട്ടോ വെച്ചു. അതിനു മുമ്പിലായി ശിവസ്തുതി പാടിക്കൊണ്ട് നിന്ന ഐശ്വര്യ. എന്തോ നാടിയത്! രാവിലെ മനുഷ്യന് സ്വൈര്യം തരില്ല. മുഖത്ത് നിന്നും പുതപ്പ് വലിച്ചെടുത്തവൾ. അത് ഇന്ന് കോളേജിൽ ആദ്യ ദിവസമല്ലേ? നിങ്ങൾ വരുന്നില്ലേ? ആമി എഴുന്നേക്ക്, 8:30. അതും പറഞ്ഞ് അവളുടെ പുതപ്പിലൊന്ന് പിടിച്ചു വലിച്ചു. കുളിക്കുക പോലും ചെയ്യാതെ ഒരുങ്ങിയിറങ്ങി രണ്ടുപേരും. ഐശ്വര്യ ഇറങ്ങാൻ തുടങ്ങിയതും അവളെ ഉള്ളിലേക്ക് വലിച്ചിട്ടു. വെളിയിൽ നിന്ന് കുറ്റിയിട്ടു. അവൾ അവിടെ കിടന്ന് നിലവിളിച്ചെങ്കിലും അതൊന്നും കേൾക്കാൻ നിൽക്കാതെ രണ്ടാളും നടന്നുപോയി. അവളുടെ ഒച്ച കേട്ട് അവർ പോയി കഴിഞ്ഞ് ആൻറ്റി വന്ന് ഡോർ തുറന്നു കൊടുത്തു. ആ പിള്ളേര് കാശിൻ്റെ ഹുങ്കാണ് മോളെ. എന്ത് ചെയ്യാനാ? അഹങ്കാരം പിടിച്ചതുങ്ങൾ. മോള് പൊയ്ക്കോ, കൊച്ചിൻ്റെ ചേട്ടൻ വിളിച്ചിരുന്നു. കുറച്ച് ടെൻഷനാണല്ലേ? ചേട്ടന് ഞാനെന്ന് വെച്ച ജീവനാണ്. അതുകൊണ്ടല്ലേ ഞാൻ നിൽക്കുന്ന സ്ഥലത്തേക്ക് ഏട്ടൻ ജോലി നോക്കുന്നതും. ഒരു പാവമാണ്. പറയുമ്പോൾ ആ കണ്ണുകൾ തിളങ്ങി. ഏട്ടൻ എന്താ ജോലി? ഒരു പ്രൈവറ്റ് കമ്പനിയിലാണ്. എന്നെ പഠിപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. ആ പാവം ആ വലിയ കണ്ണുകൾ നിറയാൻ തുടങ്ങി. കോളേജിൽ ചെല്ലുമ്പോഴേ കണ്ടു തന്നെ നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന രണ്ടുപേരെ.
ദിവസങ്ങളും മാസങ്ങളും കടന്നുപോയിക്കൊണ്ടേയിരുന്നു. അന്നയ്ക്കും ആമിക്കും അവളോടുള്ള പെരുമാറ്റം അതുമാത്രം മാറിയിരുന്നില്ല. എന്നാൽ ഐഷു അവരോട് കൂടാൻ ശ്രമിക്കും. എപ്പോഴും എന്തെങ്കിലും പറഞ്ഞ് കൂടെ നടക്കും. അവൾക്കെന്തോ കൊതിയായിരുന്നു അവരുമായിട്ട് കൂട്ടുകൂടാൻ. ആമി ഇടയ്ക്ക് അവളെ ശ്രദ്ധിക്കും. അവളുടെ അടുക്കും ചിട്ടയും എത്ര ആട്ടിപ്പായിച്ചാലും പുറകെ വരുന്ന സ്വഭാവവും പഠിത്തം മാത്രമെന്ന ചിന്തയും അവളെ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങി. എങ്കിലും തലക്കനവും അഹങ്കാരവും കാരണം അവളോട് മിണ്ടാനൊന്നും മെനക്കെട്ടില്ല. പിന്നെ അന്നയ്ക്ക് അവളെ അത്ര ഇഷ്ടവുമല്ല. അവളെ പിണക്കേണ്ട എന്നോർത്തുകൊണ്ട് ഐശ്വര്യയോട് കൂട്ടിന് പോകാറില്ല. എന്നാലും എന്തോ ഒരിഷ്ടം തോന്നിയിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് കോളേജിലെ കുറച്ച് പയ്യന്മാരുമായി ആമി പ്രശ്നത്തിലാകുന്നത്. കിരൺ, ഇമ്രാൻ അവർ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതും പലർക്ക് വിതരണം ചെയ്യുന്നതും അവൾ കണ്ടു. അത് കോളേജിൽ അറിയിക്കുകയും പോലീസ് കേസാക്കുകയും രണ്ടുപേരും സസ്പെൻഷനിലാവുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് അനുകൂലമായി കോടതിയിൽ പറയണം. ബാക്കിയെല്ലാം ഞങ്ങളുടെ വക്കീൽ നോക്കിക്കോളും. നിന്റെ ഒരാളുടെ വാക്കിലാണ് ഇനിയെല്ലാം. ഇമ്രാൻ അവളുടെ നേരെ വിരൽ ചൂണ്ടി. അവളത് തട്ടിമാറ്റി. കോപത്താൽ കിരൺ അവളുടെ കയ്യിൽ പിടിച്ചു. കിരൺ, വിട്. എന്തായി കാണിക്കുന്നേ? ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം, നിങ്ങൾ പോവും. അതും പറഞ്ഞ് അന്ന അവളെയും പിടിച്ചു വലിച്ചു നടന്നു. അവരുടെ ഒച്ചയും ബഹളവും അകൽ നിന്നൊരാൾ കാണുന്നുണ്ടായിരുന്നു. ഐശ്വര്യ. ആമി, ഒരു പ്രശ്നം വേണ്ട, നീങ്ങ് സമ്മതിച്ചേക്ക്. ഇല്ലെങ്കിൽ ഇവന്മാർ എന്തും ചെയ്യാൻ മടിക്കില്ല. നീ എന്തറിഞ്ഞിട്ടാ എന്നാ? ഇതിന് മാത്രം ആമി കൂട്ടു നിൽക്കില്ല. തെറ്റാണ്. അവളുടെ പിറകിലൂടെ ബൈക്കിൽ വന്നവർ നാളെ ഞങ്ങൾക്കെതിരായി എന്തെങ്കിലും പറഞ്ഞാൽ നിന്റെ ഈ സുന്ദര മുഖം കരിയും. അനുഭവിക്കും നീ. കോപത്തോടെ കൈ ചൂണ്ടി ഇമ്രാൻ. നീ എത്ര എന്നെ പേടിപ്പിച്ചാലും എനിക്ക് ശരിയെന്ന് തോന്നുന്നതേ ഈ ആമി ചെയ്യൂ. നിങ്ങൾ തെറ്റുകാരാണെങ്കിൽ അതിനുള്ള ശിക്ഷ കിട്ടും. നീയൊക്കെ പല തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അത് ഈ ആമി പുറത്തു കൊണ്ടുവരും. എന്നാ നീ കൊണ്ടുവാടി, പുറത്തു കൊണ്ടുവാ, കാണട്ടെ. അതും പറഞ്ഞ് അവൾക്ക് നേരെ എന്തോ ഒഴിച്ചിരുന്നു. ആ സമയം അവളെ ആരോ പിടിച്ചുന്തി മാറ്റി അവളുമായി നിലത്തേക്ക് വീണു. ടാറമ്പുറത്ത് വീണ ആസിഡ് കിടന്ന് പുകയുകയാണ്. തൻ്റെ തോളിൽ പിടിച്ചിരിക്കുന്ന കൈയിലേക്ക് തുറച്ചു നോക്കി. വലം കൈ മുട്ടിന് താഴേക്ക് പൊള്ളിയിരിക്കുന്നു. ആ മുഖത്തേക്ക് നോക്കിയതും ഒന്ന് ഞെട്ടിയിരുന്ന ആമി. ഐശ്വര്യ. ആളുകൾ കൂടിയതും ബൈക്ക് ഓടിച്ചുപോയി. അയ്യോ, ആമി എന്തു പറ്റി? അന്ന ഓടി വന്നു. ഐശ്വര്യയെ ഒരു കൈകൊണ്ട് തട്ടി മാറ്റിയതും അവൾ വേദനയോടെ നിലത്തേക്ക് വീണു. അന്ന, താൻ എന്താ കാണിക്കുന്നേ? വിടവളെ. അതും പറഞ്ഞ് അന്നയെ പിടിച്ചു മാറ്റി ആമി. ഇവളില്ലായിരുന്നെങ്കിൽ കാണായിരുന്നു. നിനക്കൊന്നും തോന്നിയില്ലല്ലോ അന്ന. അവളെ പിടിച്ച് എഴുന്നേൽപ്പിച്ച് ആരൊക്കെയോ ചേർന്ന് ഒരു ഓട്ടോയിൽ കയറ്റി. ആമിയും കൂടെ പോയി. അവർ പോകുന്നത് നോക്കി ദേഷ്യത്തോടെ നിൽക്കുകയാണ് അന്ന. ക്യാഷ്വാലിറ്റിക്ക് മുൻപിൽ നിൽക്കുമ്പോഴാണ് ഒരു ചെറുപ്പക്കാരൻ മുഷിഞ്ഞ വിഷത്തോടെ ഓടി വന്നത്. അയാളുടെ ദേഹം വിയർപ്പിൽ കുളിച്ചിരുന്നു. മുഖമാകെ പരിഭ്രാന്തി നിറഞ്ഞിരുന്നു. ഐഷു, ഐശ്വര്യ. ഐശ്വര്യയുടെ ഏട്ടനാണോ? അഭിരാമി അടുത്തേക്ക് വന്ന് ചോദിച്ചതും അവളെയൊന്ന് രൂക്ഷമായി നോക്കിയവൻ അവളുടെ കവളിൽ അമർത്തിപ്പിടിച്ച് ഭിത്തിയോട് ചേർത്ത് നിർത്തി. ആ കണ്ണുകൾ കോപത്താൽ ചുവന്നു. പറയടി, നീയൊക്കെ കൂടി എന്ത് ചെയ്തെൻ്റെ കുഞ്ഞിനെ? അവൻ്റെ കൈ കവളിൽ നിന്ന് ഇഴഞ്ഞ് കഴുത്തിൽ പിടിമുറുക്കി. അവൻ്റെ തഴമ്പ് പിടിച്ച കയ്യിലെ മുറുക്കം അവളുടെ കഴുത്തിനെ വല്ലാണ്ട് നോവിച്ചു. കുറച്ചാളുകൾ ചുറ്റും കൂടി. ആളുകൾ കന്നഡയിൽ എന്തൊക്കെയോ പറയുന്നുമുണ്ട്. വേദനയോടെ പുളഞ്ഞു നിൽക്കുകയാണ് ആമി. ശ്വാസം കിട്ടാൻ പോലും പാടുപെട്ടു. വല്ലാണ്ട് ചുമയ്ക്കുകയാണ്. ഏട്ടാ, വിട്, ആമിയെ വിട്. ഐശ്വര്യ ഓടി വന്നു അവൻ്റെ കയ്യിൽ പിടിച്ചതും കലിയോടെ അവളുടെ കൈ തട്ടി മാറ്റിയിരുന്നവൻ. വേദന കൊണ്ട് നിലത്തേക്കിരുന്ന ആമി അവളുടെ കഴുത്തിലെ പിടിവിട്ട് ഓടി വന്ന് ആമിയെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. മോളെ, ഏട്ടൻ കണ്ടില്ല,
എൻ്റെ മോൾക്ക് വേദനിച്ചോ? അവൻ്റെ മുഖത്ത് സങ്കടം നിറഞ്ഞു. ഇല്ല ഏട്ടാ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. അവളുടെ കൈ പിടിച്ച് സങ്കടത്താൽ നോക്കി ആ കൈകളിൽ ഊതി. ഞാൻ പേടിച്ചുപോയി. ആരാവർ? ഇവളാണോ നിന്നെ? അല്ലേട്ടാ, ആമിയൊന്നും ചെയ്തില്ല. ആമിയെ ആക്രമിക്കാൻ രണ്ടുപേര് ശ്രമിച്ചു. തള്ളി മാറ്റിയപ്പോൾ എൻ്റെ കയ്യിൽ വീണു, അത്രേ ഉള്ളൂ. ദേ നോക്ക്, ചെറിയ പൊള്ളലാണ്. അവൾ കൈപൊക്കി കാണിച്ചു. അവൻ്റെ കണ്ണിലെ വാത്സല്യം അത് നോക്കി കാണുകയാണ് ആമി. ഏട്ടൻ്റെയും അനീറ്റയുടെയും സ്നേഹം. അവൻ മുഖമുയർത്തി നോക്കി ആമിയെ. ആദ്യമൊക്കെ ദേഷ്യമായിരുന്നെങ്കിലും പിന്നെ ഓരോ ദിവസങ്ങൾ പോകുന്തോറും മാറി മാറി ഐശ്വര്യയുടെ ഏട്ടൻ തനിക്കും ഏട്ടനായി. ഏട്ടാ, കൈ കൊടുത്ത ആമിക്ക്. ഇവളെൻ്റെ നല്ല ഫ്രണ്ട് മാത്രമല്ല, അതിലും വലുതാ. എൻ്റെ ആഗ്രഹം ഏട്ടനൊന്ന് നടത്തിത്തരുമോ? എന്തോന്ന്? വിഷ്ണു അവളെ നോക്കി ദേഷ്യപ്പെട്ടു. എന്നിട്ട് കണ്ണിറുക്കി കാണിച്ചു. ഒന്നും മനസ്സിലാകാതെ ആമിയും ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഒരു നല്ല ബന്ധം തുടങ്ങുകയായിരുന്നു. ഇമ്രാനെയും കിരണിനെയും മയക്കുമരുന്ന് കൈവശം വെച്ചതിനും ആസിഡ് ആക്രമണം നടത്തിയതിനും 2 കേസുകളിലായി 5 വർഷത്തേക്ക് ശിക്ഷിച്ചു. അന്നയുടെ പിണക്കം മാറി ഐശ്വര്യനെ നല്ല ഫ്രണ്ടായി അവളും കണ്ടു തുടങ്ങി. അങ്ങനെ 2 വർഷം കഴിഞ്ഞുപോയി. വളരെ സന്തോഷമായിരുന്നു. ആമി, ഇന്നെൻ്റെ ബർത്ത്ഡേ പാർട്ടിയാണ്. നമ്മൾ കുറച്ച് ഫ്രണ്ട്സ് മാത്രം. ഒരു റിസോർട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഐശ്വര്യ, താനും വരണം. ഞാനില്ല അന്ന, രാവിലെ എനിക്ക് നാട്ടിൽ പോകേണ്ടതാ. നാളെയല്ലേ പോകുന്ന യേശു? പിന്നെന്താ? നീ പറയാമി ഒന്ന്. അതല്ല, ഏട്ടൻ വൈകുന്നേരം വരും എന്നെ കൂട്ടാൻ. ഏട്ടൻ താമസിക്കുന്ന അവിടുന്ന് പോകാനാ. വാടാ യേശു, ഞാൻ ഏട്ടനെ വിളിച്ച് സമ്മതം വാങ്ങാം. അതും പറഞ്ഞ് അവളെ വട്ടം കെട്ടിപ്പിടിച്ച ആമി ഒരു ചിരിയോടെ സമ്മതിച്ചിരുന്നവൾ അതിൻ്റെ പുറകിൽ ഒളിച്ചിരിക്കുന്ന ചതി അറിയാതെ ഫ്ലാറ്റിലേക്ക് ചെല്ലുമ്പോൾ അന്ന മാത്രമേ ഉള്ളൂ. ഒരു പാർട്ടിയുടെ ഒരുക്കങ്ങളൊന്നും കണ്ടിരുന്നില്ല അവിടെ. അന്ന, ഇതെന്താ, ആരും വന്നില്ലേ? അത് നമ്മൾ കുറച്ചുപേരേ ഉള്ളൂ. എൻ്റെ കുറച്ച് ഫാമിലി ഫ്രണ്ട്സ്, അവരിപ്പോൾ വരും. നിനക്ക് സർപ്രൈസ് ആയിരിക്കും. ഐഷു ഓരോ റൂമിലും കയറിയിറങ്ങി എല്ലാം കണ്ടു. അന്ന, ഒത്തിരി താമസിക്കല്ലേ. 1 മണിക്കൂറിനുള്ളിൽ ഇവളുടെ ഏട്ടൻ വരും കൂട്ടിക്കൊണ്ടു പോകാൻ. നിങ്ങൾ ഈ ജ്യൂസ് കുടിക്കും, അപ്പോഴേക്കും എല്ലാവരും വരും. ഇത് നിങ്ങളുടെ പഴയ ഫ്ലാറ്റല്ലേ അന്ന? ഇവിടെ ആരും താമസമില്ലല്ലോ. മൂലയിൽ കൂട്ടിയിട്ടിരിക്കുന്ന ബോട്ടിലുകളും പ്ലാസ്റ്റിക് കവറുകളുമൊക്കെ സംശയത്തോടെ നോക്കുകയാണ് ആമി. ഏയ്, ആരുമില്ല ആമി. ഇടയ്ക്കൊന്ന് കൂടാനൊക്കെ പപ്പ വരും, അതാ. ഇതിന് വിൽക്കാനിരിക്കുവാണ് പപ്പ. ഐഷു നാട്ടിൽ പോയിട്ട് എന്നാ വരുന്നേ? 2 ആഴ്ച കഴിഞ്ഞ് ആമി വരുന്നുണ്ട് നാട്ടിലേക്ക്. അപ്പോൾ ഒരുമിച്ച് പോരും അല്ലേ ആമി? ആമിയുടെ കയ്യിൽ പിടിച്ച് ഐശ്വര്യ സന്തോഷത്തോടെ പറയുകയാണ്. നീ പോകുന്നുണ്ടോ ഇവളുടെ നാട്ടിൽ? എന്നിട്ടെന്താ എന്നോട് പറയാഞ്ഞത്? അന്നയുടെ മുഖം പെട്ടെന്നിരുണ്ടു. നിനക്ക് നാട്ടിൽ പോകുന്നതിനോട് താല്പര്യമില്ലല്ലോ, അതാ. ഓരോന്ന് പറയുമ്പോഴും വാച്ചിൽ സമയം നോക്കുന്നുണ്ട് ഐഷു. നിങ്ങൾ സംസാരിക്ക്, ഞാൻ കഴിക്കാൻ എന്തെങ്കിലും എടുക്കാം. അത് പറഞ്ഞ് അന്ന അടുക്കളയിലേക്ക് പോയി. കോളിംഗ് ബെല്ലിൻ്റെ ഒച്ച കേട്ടു. ആമി ഒന്ന് തുറന്നേ, അവർ വന്നു തോന്നു. ആമി ഡോർ തുറന്നതും ശക്തിയിൽ ആരോ അവളെ അകത്തേക്ക് തള്ളിയിരുന്നു. മുഖം അടിച്ചു വീണു. ഒച്ച കേട്ടുകൊണ്ട് ഐഷു വന്നതും മുൻപിൽ നിൽക്കുന്നവരെ അവൾ ഭയത്തോടെ നോക്കി. കിരൺ, ഇമ്രാൻ. ആ, മോള് മറന്നില്ലല്ലോ ഞങ്ങളെ. പുതിയ ഒരാളെ കൂടെ പരിചയപ്പെടുത്താം. ഇവനെ അറിയോ നോക്കി. അതും പറഞ്ഞ് പുറകിലേക്ക് നോക്കി. ഡോറ് കുറ്റിയിട്ട് തിരിയുന്നവനെ കണ്ടതും അവർ അതിശയത്തോടെ നോക്കി നിൽക്കുകയാണ്. നീ എങ്ങനെ? ആദി, നീ? അതെ, ഞാൻ തന്നെ. എന്താ, ഞെട്ടിയോ? ഞെട്ടി എൻ്റെ പെങ്ങളോട് ഞെട്ടി. പറഞ്ഞതും ഉച്ചത്തിൽ ചിരിച്ചു. അവനിൽ നിന്നും വമിക്കുന്ന മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും മണം അത് അവിടെ ആകെ നിറഞ്ഞു. അവളുടെ മുമ്പിൽ മുട്ടുകുത്തിയിരുന്നവൻ ഉയർത്തി കെട്ടിവെച്ചിരിക്കുന്ന മുടിയുടെ ബാൻഡഴിച്ചു. തല ഒന്ന് കുടഞ്ഞ് മുടി വിടർത്തിയിട്ടു. അവളുടെ കവളിൽ കുത്തിപ്പിടിച്ചു. മുഖം തന്നിലേക്ക് അടുപ്പിക്കാൻ നോക്കിയതും
അവനെ തള്ളിമാറ്റി എഴുന്നേക്കാൻ തുടങ്ങിയതും അവളുടെ നെഞ്ചിൽ തള്ളി നിലത്തേക്കിട്ടവൻ. ഐഷു ഉറക്കെ നിലവിളിച്ചു. കിരൺ ഐഷുവിൻ്റെ അടുത്തേക്ക് നടന്നു വന്നു. എങ്കിലും പേടിയോടെ പുറകോട്ട് വേച്ചു പോയവൾ. തല പെരുക്കുന്ന പോലെ തോന്നി അവൾക്ക്. ചുറ്റിനുമുള്ള മങ്ങുന്ന കാഴ്ചകൾ. പുറകോട്ട് വേച്ചു പോയതും 2 കൈകൾ വന്ന് അവളെ ചേർത്ത് പിടിച്ചു. ഐഷുവിൻ്റെ നീണ്ട കൈകളിൽ കയറി പിടിച്ചു. ചേ കിരൺ, എന്താണ് ഈ കാണിക്കുന്നത്? എൻ്റെ ഫ്രണ്ട്സിനോട് ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? അതും പറഞ്ഞ് ഒരു പുച്ഛച്ചിരിയോടെ അവളുടെ ടോപ്പിൻ്റെ കഴുത്തിൻ്റെ പുറകിലായി ശക്തിയിൽ പിടിച്ചു വലിച്ചു. അത് താഴേക്ക് കയറി ഒരു സൈഡിലായി തൂങ്ങി. പേടിച്ചരണ്ട് ഉറക്കം നിലവിളിച്ചവൾ അവളുടെ 2 തോളിലും പിടിച്ച് മുഖം അവളിലേക്കൊന്ന് അമർത്താൻ തുടങ്ങി. ഒരു വല്ലാത്ത ഭാവത്തോടെ അവളിലെ പെരുമാറ്റം അതിശയിച്ചു. ഇവളെ നിങ്ങൾ എടുത്തോ? എനിക്കിവളെ വേണം, ആമിയെ. കുറേ നാളുകളായുള്ള എൻ്റെ ആഗ്രഹമാണ്. ഒരാണിനോടും തോന്നാത്ത വികാരമാണ് ഇവളിൽ എനിക്ക് തോന്നിയത്. അതിനെ വലിയ മഹാപാപമായി കണ്ടിവൾ. ആഗ്രഹിച്ച അന്നു മുതൽ ഞാൻ പറഞ്ഞതാ ഇവളോട്, എൻ്റെ ആഗ്രഹം. അപ്പോഴിവൾ എന്നെ ഉപദേശിച്ച് നന്നാക്കാൻ ശ്രമിച്ചു. പറയുകയും ആമയുടെ മുടിക്കുത്തിൽ പിടിച്ചെന്ന. ആമയ്ക്ക് അതിശയമായിരുന്നില്ല. അവളുടെ ഓരോ വാക്കിലും അറപ്പായിരുന്നു. പുച്ഛഭാവത്തോടെ ആമി അവളെ അറപ്പോടെ നോക്കി മുഖം വെട്ടിച്ചു. ഒരു വല്ലാത്ത ഭാവത്തോടെ അന്നെ അത് പറഞ്ഞത് കേട്ട് വിശ്വസിക്കാനാവാതെ വിറകൊണ്ട് നിൽക്കുകയാണ് ഐഷു. 2 കൈകൊണ്ടും ദേഹം പൊത്തിപ്പിടിച്ച് ചുമരിലേക്ക് അലറിക്കരഞ്ഞു. ഊർന്നിരുന്നു. അവളുടെ മുടിയിൽ പിടിച്ച് അവർ 3 പേരുടെയും മുമ്പിലിട്ടിരുന്നു അന്നെ അവളെ. അന്ന, എടി വിടടി, അവളെ ചതിച്ചല്ലേ? നീ ഒരു സ്ത്രീയാണോ? ആമി അതും പറഞ്ഞ് നിലത്തുനിന്ന് എഴുന്നേറ്റു. അന്നയുടെ വയറിലേക്ക് ചവിട്ടിയിരുന്നു. പെട്ടെന്നുള്ള നീക്കത്തിൽ അന്ന താഴേക്ക് വീണു. ഒരു കൈ നീട്ടി ഇമ്രാൻ അവളെ വലിച്ചടിച്ചു. ഏയ് ഇമ്രാൻ, വേണ്ട, ഇവൾക്ക് മുറിവുകൾ പറ്റിക്കൂടാ. ഇനി നടക്കാൻ പോകുന്നതേ ഉള്ളെല്ലാം. ഉത്തരം നൽകേണ്ടതും ഇവളാണ്. കൂട്ടുകാരി ഇവിടെ കൊണ്ടുവന്നു, നമുക്കെല്ലാം വിറ്റത് ഇവളാണ് അല്ലേ ആദി? അതും പറഞ്ഞ് പുറകിൽ നിൽക്കുന്ന ആദിയെ അവൾ നോക്കി. നിനക്കൊരു പ്രതികാരം കൂടിയാകും അല്ലേടാ? അതിന് താടിയൊഴിഞ്ഞൊന്ന് ചിരിച്ചവൻ. നീ ഞങ്ങൾക്കിട്ട് നല്ലതുപോലെ തന്നില്ലേ 6 വർഷം. ഇനി അതിൻ്റെ കൂടെ ഇതും കൂടി അങ്ങ് ചേർത്തിയാലും കുഴപ്പമില്ല. ഒരുമിച്ച് അനുഭവിച്ചോളാം. ഈ സമയം ഇമ്രാൻ ഐഷുവിനെ തൻ്റെ കൈപ്പിടിക്കുള്ളിലാക്കി അവളെ പൊക്കിയെടുത്ത് സോഫയിലേക്ക് കിടത്തി അവളുടെ ദേഹത്തേക്ക് അമർന്നു. അവൻ്റെ നെഞ്ചിലിടിച്ച് അകറ്റാൻ നോക്കുകയാണ് അവൾ. അവളെ ഒന്നും ചെയ്യില്ല. നിങ്ങൾക്ക് എന്നോടല്ലേ പക? എന്നെ എന്തു വേണേലും ചെയ്തു, വിടവളെ. അതും പറഞ്ഞ് കുതിരിക്കൊണ്ട് അവൻ്റെ കാലി പിടിച്ചു വലിച്ചിരുന്ന ആമി. ഐഷുവിൽ നിന്നുള്ള പിടി അയഞ്ഞതും അവൾ എഴുന്നേറ്റോടി. കീറി തൂങ്ങിയ തുണികൾ നിലത്തേക്ക് വീണിരുന്നു. അർത്ഥനഗ്നായ അവളുടെ ദേഹം കൈയാൽ പൊതിച്ചു പിടിച്ചു. രക്ഷപ്പെടാനായി ബാൽക്കണിയിലേക്ക് ഓടി. പിറകെ ഇമ്രാനും അവളുടെ മുടിയിൽ പിടിച്ച് തന്നിലേക്ക് വലിച്ചടുപ്പിച്ചു. അവൻ്റെ കയ്യിൽ മുറുക്കെ കടിച്ചു. ആമി ഒരു മങ്ങൽ പോലെ കണ്ടു തൻ്റെ ഐഷു താഴേക്ക് പതിക്കുന്നത്. ഒരു കരച്ചിൽ തൊണ്ടക്കുഴിയിൽ വന്ന് തടഞ്ഞു നിന്നവളിൽ. ഇറുക്കി അടച്ചിരുന്ന കണ്ണുകൾ ഞെട്ടലോടെ വെട്ടിത്തുറന്നു. തൻ്റെ കയ്യിലെ മുറുക്കം കൂടുന്നതറിഞ്ഞു രാഗ് ആഞ്ഞു ശ്വാസം വലിക്കുന്നവളെ തൻ്റെ നെഞ്ചോട് ചേർത്തിരുത്തി. പുറത്ത് കൈകൊണ്ട് തലോടി. തൊണ്ട വരണ്ട് വേദനിച്ചിരുന്നു. അവളിൽ നിന്ന് വരുന്ന കരച്ചിച്ചീളുകൾക്ക് ശക്തി കുറഞ്ഞു. സീറ്റിൻ്റെ ഇടയിൽ നിന്നൊരു ബോട്ടിലെടുത്ത് അവളുടെ നേർക്ക് നീട്ടി. രാഗിൻ്റെ കയ്യിൽ നിന്നും വെള്ളം മേടിച്ചു കുടിച്ചു. ഒഴുകി തുടങ്ങുന്ന കണ്ണുനീരിനെ ഒപ്പിയെടുത്തു. ഫോൺ നിർത്താതെ റിങ് ചെയ്യുന്നതും അതെടുത്ത് നോക്കി. ശ്രീകുട്ട, നിങ്ങൾ എവിടെയാ? മോളെ വിളിച്ചിട്ട് ഫോണും എടുക്കുന്നില്ല. സന്ധ്യയായി, വരാറായില്ലേ? അനന്തൻ വന്നിട്ടുണ്ട്. വന്നപ്പോൾ മുതൽ അവളെ തിരക്കുവാണ്.
ഞാൻ ഓരോ നുണയും പറഞ്ഞു. അത് മുത്തശ്ശി, വണ്ടിക്ക് ചെറിയൊരു പ്രശ്നം. ഞങ്ങളിപ്പോൾ വരും. ആമി, അവൾ ഉറങ്ങുവാണ്. ഞാൻ അങ്ങോട്ട് വിളിക്കാം മുത്തശ്ശി. എന്തൊക്കെയോ പറഞ്ഞ് ഫോൺ വെച്ചിട്ടവൻ. ആമി, നമുക്ക് പോകാം. മുത്തശ്ശി ആകെ വിഷമത്തിലാണ്. തൻ്റെ അച്ഛൻ വന്നിട്ടുണ്ടെന്ന്. അത് കേട്ടതും ഒരു പുച്ഛത്തോടെ ആമി ചിരിച്ചു. പേടി കാണും, അതിനാ പുറകെ വന്നിരിക്കുന്നത്. ഞാൻ ആരോടെങ്കിലും എന്തെങ്കിലും വിളിച്ചു പറയുമോ എന്ന പേടി. എന്നെ അറിയാനും മനസ്സിലാക്കാനും എനിക്കാരുമില്ല രാഗ്. അവൾ പറഞ്ഞതിൻ്റെ പൊരുൾ മനസ്സിലാവാതെ രാഗ് അവളെ നോക്കിയിരുന്നു. അവർ തരുന്ന എന്ത് ശിക്ഷയും വാങ്ങാൻ തയ്യാറായി മാത്രമാണ് ഞാൻ വന്നത്. നമുക്ക് പോകാം. സ്റ്റിയറിങ്ങിൽ താളം പിടിച്ചിരിക്കുന്നവനെ നോക്കി പറഞ്ഞു. അവൻ മുഖം ചിരിച്ച് അവളെ നോക്കി. അപ്പോഴും അവൻ്റെ ഉള്ളിൽ ഒരു ചോദ്യം സ്വയം ചോദിച്ചു. ഇവിടെ എവിടെയാണ് ആമിയുടെ തെറ്റ്? ആ ചോദ്യം മനസ്സിൽ ചോദിച്ച് അവളെ നോക്കി നിൽക്കുകയാണവൻ. അവൻ്റെ മുഖഭാവം മനസ്സിലാവാതെ അവനിലേക്ക് വേദനയോടെ നോക്കി. അതിലും അധികം വേദന. അവന് തന്നെ മനസ്സിലാക്കാൻ പറ്റുമോ എന്നതായിരുന്നു. തുടരും.